രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധ ഡൽഹിയിലേക്കാണ്. ഡൽഹിയിൽ തിരക്കോട് തിരക്കാണ്. കാരണം ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന AI ഇമ്പാക്ട് ഉച്ചകോടിയുടെ 2ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി ലോക നേതാക്കളും പ്രതിനിധികളും AI ഉച്ചകോടിയിൽ എത്തിയിട്ടുണ്ട്. ആദ്യ ദിനത്തിൽ പ്രതിനിധികൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ക്ഷമ ചോദിച്ച് IT മന്ത്രി അശ്വിനി വൈഷ്ണവ് രംഗത്ത് വന്നിരുന്നു. സംഘാടനത്തിലെ പിഴവ് ചൂണ്ടിക്കാട്ടി സമൂഹ മാധ്യമങ്ങളിൽ വിമർശനമുയർന്നതിന് പിന്നാലെയായിരുന്നു മന്ത്രിയുടെ ഈ ക്ഷമാപണം. ശരത് ലാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേർന്നു ഡൽഹിയിൽ നിന്ന്. ശരത്ത്, ഇന്നലെ പ്രഗതി മൈതാനത്തിൽ എല്ലാ കാര്യങ്ങളും അപ്പാടെ പാളിപ്പോയ ദിവസമായിരുന്നു. 1 ലക്ഷം പേര് പങ്കെടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ വന്ന ആളുകൾക്ക് കണക്കുകളൊന്നുമില്ല. ഡിജി യാത്ര വഴി ഈ പെട്ടെന്നുള്ള ബുക്കിംഗ് ഒക്കെ പറഞ്ഞുവെങ്കിലും അതെല്ലാം പാളിപ്പോയി. നിയന്ത്രണമൊക്കെ പാളിപ്പോയ ഒരു ദിവസമാണ് ഇന്നലെ കണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ പുതിയ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? രണ്ടാമത്തേത്, ലോക രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊക്കെ നേതാക്കൾ ഇന്നലെ കുറച്ച് അധികം പേരെത്തി. ശ്രീലങ്കൻ പ്രസിഡന്റ് അടക്കമുള്ളവരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റ് മറ്റ് രാജ്യത്തലവന്മാരൊക്കെ ഇന്നെത്തുമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിയന്ത്രണങ്ങളും കാര്യങ്ങളും ഒക്കെ പുരോഗമിക്കുന്നത്? രാജ്യതലസ്ഥാനം തിരക്കോട് തിരക്കാണെന്നറിയാം. വിവരങ്ങൾ എങ്ങനെയാണ്? പിന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തുടരുന്നുമുണ്ടല്ലോ. സേതുലക്ഷ്മി പറഞ്ഞ പോലെ എല്ലാ നിയന്ത്രണങ്ങളും ഇന്ത്യയുടെ ഡിജിറ്റൽ ലോകം തന്നെ തകർന്നു പോകുന്നൊരവസ്ഥയാണ് ഇന്നലെ കണ്ടത്. കാരണം ഇന്നലെ UPI ആപ്പ് അടക്കം ജാമായിപ്പോയി. കാരണം പൈസ ക്യാഷ് മാത്രം സ്വീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. വളരെ വലിയ നാണക്കേടായിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടി AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ശക്തമായ ഒരു പ്രതിഷേധം തന്നെ ഇറക്കി. എന്താണ് ഒരു ലോകരാജ്യത്തിന് മുമ്പിൽ നമ്മൾ ഇങ്ങനെ നാണം കെടുന്നത്? ഒരു മുന്നറിയിപ്പും ഇല്ലല്ലോ എന്നായിരുന്നു മല്ലികാർജ്ജുന ഖാർഗെയുടെ ചോദ്യം. അതിനെ തുടർന്നാണ് മന്ത്രി തന്നെ IT മന്ത്രി തന്നെ പരസ്യമായ ക്ഷമാപണം നടത്തിയത്. കാരണം ഇത്തരം ഒരു ആൾക്കാരുടെ തള്ളിക്കയറ്റം അത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ കാര്യം. ഏതായാലും ഡൽഹിയെ സംബന്ധിച്ചോളം ഡൽഹി പൂർണ്ണ രൂപത്തിൽ സ്തംഭനാവസ്ഥ ആയി എന്ന് തന്നെ പറയാം. അത്രത്തോളം ജനങ്ങളാണ് ഡൽഹിയിലെത്തിയത്. ഒന്ന് നമ്മൾ അറിയണം, 100 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലും ഡൽഹിയിൽ സ്ഥലമില്ല. അതുകൊണ്ട് നോയിഡയിലും ഗുഡ്ഗാവിലുള്ള ഹോട്ടലുകളാണ് പ്രതിനിധികൾ പലരും താമസിക്കുന്നത്. അതുപോലെ തന്നെ 40 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘമല്ല, അവരുടെ നേതാക്കൾ രാഷ്ട്ര തലവന്മാർ തന്നെ ഈ പങ്കെടുക്കുന്നുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റിന് പുറമെ സ്പാനിഷ് പ്രസിഡന്റ്, അതേപോലെ നെതർലാൻഡ് പ്രധാനമന്ത്രി, അതുപോലെ തന്നെ നിരവധി രാഷ്ട്ര നേതാക്കൾ, അബുദാബി കിരീടാവകാശി അടക്കമുള്ള നിരവധി പ്രമുഖർ ഈ ഇന്നത്തെ ചടങ്ങിന് എത്തിയിട്ടുണ്ട്, ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യം, 40 CEOകൾ, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മുതൽ ഇൻ്റർനെറ്റ് മുതൽ ഇത് മൊത്തം ഈ IT മേഖലയിലെ 40 പ്രധാനപ്പെട്ട CEOമാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടോ, ഈ സമ്മിറ്റിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ശ്രീലക്ഷ്മി. ഇതിൽ ഗൂഗിൾ CEO വരും, അതുപോലെ AI വളരെ ഓപ്പൺ ഐയുടെ CEO വരും. എന്തിനേറെ 40ഓളം CEOമാരാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി ഡൽഹിയിലുള്ളത്. അവരോടൊപ്പമുള്ള ഉദ്യോഗസ്ഥരും അവരോടൊപ്പമുള്ള പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവുകളും കൂടിയാകുമ്പോൾ ഡൽഹിയിൽ മുഴുവൻ ഒരു AI ആണ്. അതിനു പുറമെ IITയിൽ നിന്നുള്ള കേരള സംസ്ഥാന സർക്കാരും ഒരു പ്രതിനിധി സംഘത്തെ അയച്ചിട്ടുണ്ട്. IT സെക്രട്ടറിയുടെ ടിങ്കു വിശ്വാസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു 20 അംഗ സംഘവും ഈ കേരള പവലിയനിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ലോകത്ത് തന്നെയുള്ള 3ാമത് സമ്മിറ്റ്, ആദ്യത്തെ സമ്മിറ്റ് ശ്രീലക്ഷ്മിക്ക് അറിയാം ബ്രിട്ടനിലാണ് നടന്നത്. അത് 28 രാജ്യങ്ങൾ മാത്രമേ പങ്കെടുത്തിരുന്നുള്ളൂ. പിന്നീട് നടന്നത് പാരീസിലാണ്, പിന്നെ സോളിൽ നടന്നു. ഇതിനൊക്കെ ഒരു 100 രാജ്യങ്ങൾ പങ്കെടുക്കുന്നു. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇതാദ്യമായി ചൈനീസ് പ്രതിനിധി സംഘം, ചൈനീസ് ഒഫീഷ്യൽ ഡെലിഗേഷൻ ഈ AI സമ്മിറ്റിൽ പങ്കെടുക്കുന്നു എന്നാണ്. AI ചൈന വൻ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഫ്രാൻസിന് തൊട്ടുപുറകിൽ അമേരിക്ക തൊട്ടുപുറകിലായിരുന്ന ചൈന ഇപ്പോൾ മുമ്പിലാണ് എന്നാണ് വിദേശ മാധ്യമങ്ങൾ പറയുന്നത്. ഇതിനൊക്കെ പറയും 200ഓളം വിദേശ മാധ്യമ പത്രപ്രവർത്തകരും ഇത് കവർ ചെയ്യാൻ വേണ്ടി മാത്രം എത്തിയിട്ടുണ്ട്. ആകെക്കൂടെ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ ഡൽഹിയിൽ ഒരു വളരെ വലിയൊരു ആൾക്കൂട്ടമാണ്. ഇതിനടുത്ത് ഏഷ്യാഡ് കഴിഞ്ഞ ഒരു പഴയ ബ്യൂറോക്രാറ്റ് പറഞ്ഞത്, ഏഷ്യാഡ് കഴിഞ്ഞ അതേ രീതിയിൽ തന്നെ, അല്ലെങ്കിൽ ഏഷ്യൻ ഗെയിംസ് കഴിഞ്ഞ അതേ രീതിയിൽ തന്നെ വലിയൊരു സംഭവമാണ് ഡൽഹിയിൽ നടക്കുന്നത് എന്നാണ് സേതുലക്ഷ്മി.